അതിന്റെ പാത്രം ഈ ഇതിന്റെ മുക്കാലല്ല വെച്ചിക്കണ അത് മുക്കാല എവിടാണ് ജാബി ഇതാ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇതെന്താ മട്ടിലൊക്കെ പിടിച്ച് നിൽക്കണത് വേറെ ഒന്നിനല്ല, എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നപ്പോൾ ഞാനിപ്പോൾ ആശിക്കാരനോട് ഇന്നലെ പറഞ്ഞേക്കാം ഒരു അച്ചാർ തിന്നാനൊക്കെ നമുക്ക് പൂതിയുണ്ട്. കാരണം ഇപ്പോൾ കടയത്തെ അച്ചാർ എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ നമുക്ക് കർമൂസ അച്ചാർ, അതായത് കർമൂസ മീൻസ് പപ്പായ, പിന്നെ വേറെ നാട്ടിൽ എന്തൊക്കെയൊക്കെ ആണ് ഇതിൻ്റെ പേര്. കോമക്ക. പക്ഷെ ഞങ്ങളിവിടെ കർമൂസ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറമ്പിൽ കർമൂസയുണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി തിരിച്ചതാട്ടോ. ഐസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കിണറ്റിലേക്ക് കൊണ്ടുപോയി കല്ലെടുത്തിരുന്ന ഇതാണ് വേണ്ടി പുറത്തിറങ്ങിയതാണ് വഴി. അപ്പോൾ ഇത് എല്ലാവരും ഈ വെളിച്ചെണ്ണയും കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കല്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് വെളിച്ചെണ്ണ ഇടൂല, കടുക് ഇടൂല, ഒന്നും ഇടൂല. വെറും അച്ചാർ പൊടിയും സുറക്കിയും യൂസ് ചെയ്ത് മാത്രം അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഇളയ കർമൂസ ആശിക്കാർക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ. പക്ഷെ ഉമ്മ വീട്ടിലൊക്കെ മറ്റേ അജികാരൻ ഉമ്മ വീട്ടിലൊക്കെ എന്താ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ആശിക്കാരൻ എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. എന്താ ബീച്ചിൽ അച്ചാറോ? ബീച്ചിൽ മറ്റേ ഇതിലൊരു അച്ചാർ വരില്ല, എന്തായാലും മാങ്ങൊക്കെ ഉപ്പിലിട്ട് കിട്ടുമ്പോൾ ഒരു അച്ചാർ, അതേപോലെ അച്ചാർ ഉണ്ടാക്കണം. എന്താവും എന്തോന്നും എനിക്കറിയില്ല. അതായത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം കർമൂസ പറിക്കാൻ പോവാം. അത് ആദ്യം അവിടെ ഉണ്ടോന്ന് ആദ്യം പോയി നോക്കട്ടെ. ഓൻ വരുന്നില്ല, ഇനി നടന്നോ. ആദ്യമായിട്ട് ഞാൻ കർമൂസ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങോട്ടേക്ക് ഒന്ന് നടന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ല. ആദ്യമായിട്ട് കൊക്ക കൊണ്ടുതരുന്നുണ്ട്, പൈപ്പൊക്കെ ഉണ്ട് എടുത്തോണ്ട് തന്നിട്ട്. അപ്പൊ നല്ല ഉറപ്പുള്ള സാധനമാണ്. ഇതിൽ കുറേ കർമൂസ ഉണ്ട്. ഇതിൽ ഇലയത് നശിക്കുമ്പോ ഇതാണ് ഇലയത്. കണ്ണിലേക്ക് സൂര്യൻ തട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തട്ടിയാൽ കിട്ടും സംഭവം. മൂട്ട് കുത്താൻ അറിഞ്ഞൂടൊക്കെ വേണ്ട. ഞാനാള് ഭയങ്കര കണ്ടില്ല, ഒറ്റ വീണോ തേങ്ങ തള്ളിട്ടാ കിട്ടിയിട്ട് സംഭവം കിട്ടി. ഒന്ന് മതി. കുറച്ച് അച്ചാർ ഉണ്ടാക്കിയാൽ മതി. ഇത് ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് അടുത്ത അച്ചാറുണ്ട്. അത് അവിടെ നിന്ന് വിളിക്കണത് കിണറൊക്കെ മൂടിയിട്ടതല്ലേ. അപ്പോൾ നമ്മൾ പറിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ ഈ കർമൂസ തൈ ആഴ്ചമ്മ നട്ടതാട്ടോ. ഇവിടെ വന്ന അന്ന് മുതൽ നട്ട കർമൂസ തൈ. അപ്പോൾ ഇത് ഉണ്ടാവുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് നനച്ചു കൊടുക്കില്ല കേട്ടോ. ഇത് സാധനം ഇവിടുന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കർമൂസതിൻ്റെ മുകളിൽ കറൊക്കെ ഉണ്ട് കേട്ടോ. കർമൂസ. അപ്പോൾ ഇത് നമ്മളിനി തൊലിയൊക്കെ ചെത്തി ഒന്ന് അരിഞ്ഞിടാണ്ട്. അപ്പോൾ ഇതൊക്കെ നിലത്ത് ചെരുപ്പിടാണ്ട് നടന്നിട്ടാന്ന് തോന്നുന്നു. ഭ്രാന്തെടുക്കുന്നു. നടക്കേ എസ്ലിക്ക് എന്താ എസ്ലിയൊന്നും ഉണ്ടാണ്ടൊക്കെ എടുക്കണം. പിന്നെ ഭ്രാന്തെടുക്കുമ്പോഴാണ് എസ്ലിയും ഭ്രാന്തെടുക്കുക. അങ്ങോട്ട് നോക്കി കുപ്പായൊക്കെ മേലോട്ടേക്ക് പൊന്തിച്ചുത്തിരിക്കുന്നത്. കൈയിൻ്റെ പവർ നോക്കുക മതി. കൈയിൻ്റെ പവറൊക്കെ നോക്കിയേ. വളട്ട പൊട്ടിക്ക് ഞാൻ തരാൻ. ഇതെങ്ങനെ ഉണ്ടാക്കല് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ വെളിച്ചെണ്ണൊക്കെ നോക്കി യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ച്. പക്ഷെ ആശിക്കാർക്ക് പറഞ്ഞു അങ്ങനെ ഒന്നല്ല, ഇത് മറ്റേ എന്താ ബീച്ചിൽ കിട്ടുന്ന അതേപോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എന്തായി വരും എന്നുള്ളൊരു പിടുത്തും എനിക്കറിയില്ല. കാരണം സുർക്കി അച്ചാർപ്പൊടി മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. എൻ്റെ കുരുവൊക്കെ നല്ല ഇളയ കുരു. ആടെ കുഴിച്ചിട്ടാൽ മതിയല്ലേ? ഇളയ കുരുവാണോ ജിനോ കുഴിച്ചിടല്? ഇല്ലേ, ഇളയ കുരുവല്ലേ കുഴിച്ചില്ല, മൂത്ത കുരുവ കുഴിച്ചില്ല. വീട്ടിലെ ഫർസൂന്റെ വീട്ടിലെ രണ്ടാമത്തെ വാഴ. മൂത്തതാടെ മലപ്പുറത്ത് വേറെ ഉണ്ട്. ഞങ്ങൾ വായാണെങ്കിൽ നിങ്ങൾ അതിനെക്കാട്ടി മരവായാണ്. പിന്നെ കുരു
അപ്പോൾ ഇതൊക്കെ മുറിച്ചിട്ട് തൊലി ചെത്തിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് കുറച്ച് നല്ല പണിയുള്ള ഒരു ഏർപ്പാടാണ്. അങ്ങനെ വീഡിയോ എടുക്കാണ്ട് മോൻ വന്നതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടാണ് എന്നാലും ഈ പണി ഇപ്പം തീരുള്ളൂ. അല്ലെങ്കിൽ രണ്ടെണ്ണം ഇപ്പോൾ കരിയാൻ തുടങ്ങും. ഓക്കെ, ഞാൻ കട്ട് ചെയ്ത് തരാം. എന്നാൽ നമ്മളിതാ കുനുകുനാന്ന് അരിഞ്ഞിട്ടിക്കണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഇന്നിങ്ങനെ ഇങ്ങനെയും കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ചെറുതാക്കി ഒന്ന് അരിയാണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കാണിക്കും. ചെറുതായി അരിഞ്ഞിട്ട് മിഠായി കൊടുത്തിട്ട് ഐസോനെ വാട്ടിലാക്കാൻ മുട്ടായി ഇതാക്കണതാണ് സ്വർണത്തിന്റെ മുട്ടായി, ഗോൾഡ് കോയിൻ. മോനിക്ക് വേണ്ട അണ്ണാച്ചി മുട്ടായേ പറ്റുള്ളൂ. നല്ല പൊളിച്ചേരാ. അപ്പൊ ഇത് നിങ്ങളാണോ ഉദ്ദേശിച്ച കാക്കോ മുക്കിന്റെ? ഓക്കെ, കാക്കു പറയുന്ന പോലെ ഇനി എന്തെങ്കിലും കൊളായാലും അസിക്കാക്കാണ് ഉത്തരവാദി, ഫുൾ ഉത്തരവാദി അസിക്കാക്കാണ്. ഇതാ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടോ. അത് ഇനി 2-3 വട്ടം നല്ലോണം കഴുകി നല്ല ഊറ്റിയെടുക്കണം. വെള്ളം മൊത്തം പോക്കണം കേട്ടോ. വെള്ളം മൊത്തം പോക്കിയിട്ട് ഊറ്റിയെടുക്കണം. അങ്ങനെയൊക്കെയാണ് ആശിക്കാക്ക പറഞ്ഞു തന്നത് കേട്ടോ. അതാണ് ആശിക്കാക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ നോക്കി നിങ്ങൾ പേടിപ്പിക്കണ്ട. ഇവിടെ എന്തോ പാളിച്ച പോയാൽ നിന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുമ്പോൾ ആശിക്കാരനെ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ലോണം ഇനി വെള്ളം വാർത്തിട്ടൊക്കെ വരെ കേക്കിയിട്ട് വെള്ളം വാർത്തിട്ട് വരട്ടോ. ഇത് ഇതാക്കണവന് സുരാജ് മറ്റേ ഒരു പഴത്തിൽ ബിസ്ക്കറ്റ് കൊടുത്തില്ലേനോ വണ്ടിക്ക്, അതേപോലെ ഞാനൊരു 10 മുട്ടായി കൊണ്ടുവന്നിട്ട് അതിൻ്റെ അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് വയ്ക്കാം. എല്ലാവിധ നേക്കുണ്ട് സുലൈമാൻ്റെ. മുട്ടായില്ല. ഇത് ചെറിയ കുപ്പി അവിടെ ഉള്ള കുപ്പിയിൽ ഒതുങ്ങോ? നിങ്ങൾ ചെറിയ കുപ്പിയാണ് ഇവിടുത്തെ ഒരു നല്ല ബാങ്ക് കൊടുത്തു. അപ്പം ഞാനത് വേഗം അത് ഊറ്റിയിട്ടൊക്കെ. അപ്പം നമ്മളിത് കുപ്പിയിലേക്ക് ഇടാം. വേറെയാണ് വെറൈറ്റി. ഇതിന് അടുപ്പ് വേണ്ട, ഗ്യാസ് വേണ്ട, ഒന്നും തന്നെ വേണ്ട. ഇതൊക്കെ വേണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും വേണ്ട. അച്ചാർപ്പൊടിയും ഉപ്പും സുർക്കൊക്കെ ഇതിലേക്ക് ഇടലാണെന്ന് ആശിക്കാക്കുണ്ട്. സുർക്കുണ്ട്, കുറച്ച് ഉപ്പിന്റെ ഒരു കുറവുകൂടി ഉണ്ട്. ഉപ്പ് കൂടി ഇട്ടോ. അല്ലാണ്ട് ഇത് അടുപ്പത്തൊന്നും വെക്കേണ്ട വെറൈറ്റി ആയിട്ടുള്ള ഒരു തരം അച്ചാർ. അത് എനിക്ക് എന്താവുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഫുൾ ഇതിന്റെ എന്താ പറയാ എന്താ വേണ്ടി അതായിട്ടില്ല, മൂടലായിട്ടുള്ള അതുകൊണ്ട് പാത്രമാണ്. അപ്പൊ അത് നമ്മളെ പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത്. അടുപ്പ് വേണ്ട, ഗ്യാസ് വേണ്ട, ഒന്നും തന്നെ വേണ്ടാത്ത ഒരു തരം അച്ചാറാണിത്. അപ്പൊ എത്ര വേണം അച്ചാർപ്പൊടി? മതിയോ? മതിയോ? ഇത് മതിയോ? എനിക്കറിയില്ല കേട്ടോ. അതാണ് ആശിക്കാക്കോട് ചോദിക്കുന്നത്. ആശിക്കാക്കാണ് ഇത് കൂട്ടി പരിചയമുള്ള ആള്. മതിയോ? ഓക്കെ. അപ്പൊ ഒരു പകുതിയാവും അച്ചാർപ്പൊടി ഇതിലേക്ക് എടുത്തിട്ടിരിക്കുന്നു. ഇനി എന്താ? ഇനി സുർക്കല്ലേ? സുർക്ക വര എത്ര വേണോ? കാരണം വെള്ളം ഒഴിക്കാത്തതിനെ കൂടെ സുർക്ക മാത്രമാണ് ഒഴിക്കുന്നത്. അതിന്റെ ഒരു 3/4 സുർക്ക ഒഴിച്ചിട്ടുണ്ട്. ഇതിന്റെ പാത്രം ഈ ഇതിന്റെ മുക്കാലല്ല ഒഴിച്ചിക്കണം. അതല്ല, പപ്പായന്റെ 3/4 ഒഴിച്ചു. പപ്പായ എത്രയുണ്ട് അതിന്റെ 3/4 ഒഴിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തോ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇനി ഉപ്പും കൂടി ഇത്ര മതിയോ? അപ്പൊ ഉപ്പും കൂടി ഇട്ട് മതിയോ? ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് മാറുന്ന മോനെ കുറച്ച് വെള്ളവും പറഞ്ഞോ. ഐസിന്റെ ഒരു തരം സൗണ്ടാണ്. വേണ്ട, വെള്ളത്തിന്റെ ആവശ്യമില്ല ആക്കോ. അപ്പൊ ഗായ്സ് ഇത് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം വിചാരിച്ച മാതിരി നല്ല ടേസ്റ്റ് ഉണ്ട്. അടുപ്പ് കത്തിക്കേണ്ട, ഒന്നും വേണ്ട. ചീഞ്ഞതിനെക്കാട്ടി ഒരു ദിവസം കൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒട്ടും പണിയില്ല അല്ലെ, ഈസി ആയിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഇതാ വേണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്തൊക്കെ. ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിൽ ട്രൈ. കുറച്ച് എരിവുണ്ട് കേട്ടോ, എരിവ് കുറച്ച് കൂടുതലാണ്, വേറെ വൈപ്പൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ. അടിപൊളി അച്ചാറാണ്, ഈസി ആയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയും. ഇവിടെ പറിക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് അടുത്ത നമുക്ക് മറ്റേ ആപ്പിൾ ജാമ്പക്കൻ്റെ അച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.